നമ്മുടെ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു കിറ്റ് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഹയർ ക്ലാസ് വണ്ടി അടുത്ത 6 മാസത്തേക്ക് നമ്മുടെ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾക്ക് കണ്ടക്ടർ ഈ കിറ്റ് കൊടുക്കും. ഇതിനകത്ത് കുറച്ച് ബലൂണുണ്ട്, ഇതിനകത്തൊരു ബുക്കുണ്ട്, പടം വരച്ച് കുഞ്ഞുങ്ങൾക്ക് വണ്ടി നിന്ന് പടം വരയ്ക്കാനാണ്. ക്രയോൺസ് ഉണ്ട്, വരയ്ക്കാനുള്ള ക്രയോൺസ് ഉണ്ട്. ഊതി വീർപ്പിച്ചാൽ ഐ ലവ് KSRTC എന്ന് കാണിക്കുന്ന ബലൂൺ ഉണ്ട്. പിന്നെ 4-5 മുട്ടായി ഉണ്ട്. പിന്നെ ടിഷ്യൂ പേപ്പർ, അമ്മയ്ക്കും കുഞ്ഞിനും ഉപയോഗിക്കാം. ടിഷ്യൂ പേപ്പർ അച്ഛനും ഉപയോഗിക്കാം. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഇത് സ്പോൺസർഷിപ്പാണ്. എസ്ക്രോസ് എന്ന കമ്പനിയാണ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത്. കിംസ് വലിയ കരുനാഗപ്പള്ളി ഹോസ്പിറ്റലുണ്ട്. അവരൊരു കൂപ്പൺ തരികയാണ്. അത് KSRTC യാത്ര ചെയ്യുന്ന മുഴുവൻ സ്ത്രീകൾക്കും കൊടുക്കും. ക്യാൻസർ പരിശോധന സൗജന്യം. അതിനെ തുടർന്നുള്ള സ്കാനിങ് അടക്കമുള്ള എല്ലാ ചികിത്സയ്ക്കും പകുതി പൈസയ്ക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം MDക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. BPL കാർഡും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വളരെ പാവപ്പെട്ടവരാണെന്ന് കണ്ടാൽ ചികിത്സയിൽ അതിഗംഭീരമായ സൗജന്യം കൊടുക്കാമെന്നാണ് അവർ ഓഫർ ചെയ്തത്. ഈ TVയും ഫ്രിഡ്ജും ഒക്കെ വിൽക്കുന്ന കടകളിൽ എവരെ കൂപ്പണും KSRTC കൂടെ വിൽക്കും. KSRTC യാത്രക്കാർ കൊണ്ടുവരുന്ന കൂപ്പണിന് 10% ഡിസ്കൗണ്ട്. എങ്ങനെയുണ്ട് അടുത്ത പരിപാടി? അടുത്ത പരിപാടി ഇതാണ്. കമ്പനികളായിട്ട് സംസാരിക്കാൻ പോവുകയാണ്. കാരണം മൈജി ഓക്സിജൻ ഒക്കെ ഉണ്ട്. എല്ലാവരും ഒന്നുമില്ല, അവർക്ക് കച്ചവടം നടക്കും. നമ്മളെ വണ്ടി പോകുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കും. ഈ കൂപ്പൺ കൊണ്ട് ചെന്നാൽ 10% ഡിസ്കൗണ്ട്. അപ്പൊ KSRTC യാത്ര ചെയ്താൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനമാണ്. അദ്ദേഹം KSRTCയിൽ വരുത്തിയ മാറ്റങ്ങൾ, അത് KSRTCക്കുണ്ടായ വലിയ മാറ്റങ്ങൾ ഒക്കെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് KSRTCയിലേക്ക് ആളുകളെ കൂടുതൽ എത്തിക്കാൻ, കുഞ്ഞുങ്ങളെ എത്തിക്കാൻ വലിയ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. കുട്ടികൾക്ക് സമ്മാനപ്പൊതി, അതോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്ന ക്യാൻസർ രോഗികൾക്ക് സൗജന്യം, അവർക്ക് സൗജന്യ ചികിത്സാ ചെലവിൻ്റെ പകുതി ഏറ്റെടുക്കാമെന്ന് ഹോസ്പിറ്റൽ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ കൂടി പ്രഖ്യാപനമാണ് നടത്തിയത് മന്ത്രി KB ഗണേഷ് കുമാർ. KSRTC വലിയ മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. KSRTCയുടെ വരുമാനം ഗണ്യമായി വർദ്ധിക്കുന്നു, പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു, ആധുനികവൽക്കരിക്കുന്നു. KSRTC ഡിപ്പോകൾ അത് പുതുക്കി പണിയാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ഒന്നൊന്നായി നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. എന്തിനേറെ പറയുന്നു, ജീവനക്കാരെ സംബന്ധിച്ച് എത്രയോ കാലമായി അവരുടെ ആഗ്രഹമാണ് എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം എന്നത്. KSRTC ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി എന്നത് എല്ലാ മാസവും വാർത്തയാണ്. ടെലിവിഷൻ ചാനലുകൾ പലപ്പോഴും അന്തിച്ചർച്ചയായി മാറ്റിയിട്ട് പോലുമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസമായി എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നു KSRTC ജീവനക്കാർക്ക്. എത്ര പേർക്കറിയാം? എവിടെ വാർത്ത വന്നു? എവിടെയെങ്കിലും അന്തിച്ചർച്ച പ്രേക്ഷകർ കണ്ടോ? കണ്ടില്ല, കാണില്ല. കാരണം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല, അവരത് ചെയ്യുകയുമില്ല. KSRTCയിൽ ചരിത്രമാണ് 1-ാം തീയതി ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ. എത്രയോ കാലമായി നടക്കാത്ത കാര്യമാണ് ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം നടക്കുന്നത്. KSRTCക്ക് 1000-ലധികം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് എന്നോർക്കണം. KSRTCയെ മുന്നോട്ട് നയിക്കാൻ പൊതുഗതാഗത സംവിധാനത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന വലിയ പ്രാധാന്യത്തിൻ്റെ ഉദാഹരണം കൂടിയാണിത്. ഇതെല്ലാം കൂടി മൊത്തത്തിൽ KSRTC ഒരു പുതുയുഗത്തിലേക്ക് കടക്കുന്നു. നഷ്ടം ഗണ്യമായി കുറക്കാൻ കഴിയുന്നു. മെല്ലെ മെല്ലെ ലാഭത്തിലേക്ക് പോകുന്നു. പുതിയ ബസ്സുകൾ ഇറക്കുന്നു, പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നു. അങ്ങനെ KSRTC പുതിയ മുഖം സ്വീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും KSRTCക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ നിരന്തരമായി വന്നുകൊണ്ടിരുന്ന വാർത്തകൾ ഇപ്പോൾ കാണുന്നില്ല എന്നത് തന്നെയാണ് KSRTC ചരിത്രം കുറിക്കുകയാണ് എന്നതിൻ്റെ തെളിവ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ പ്രഖ്യാപനങ്ങൾ മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത്. അതാണ് പ്രേക്ഷകർ കേട്ടത്.